കോമളപുരം കഥകളിലേക്ക് സ്വാഗതം. കഥയുടെ പേര് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ കാരുണ്യം. അവതരണം ഗായത്രി ജഗദീശൻ. ഒരിക്കൽ ഒരു വഴിയാത്രക്കാരൻ വിശന്നു വലഞ്ഞ് അർദ്ധരാത്രിയോടടുത്ത് കൊടുങ്ങല്ലൂരിലെത്തി. വിശന്ന് തളർന്ന അയാൾ അവിടുത്തെ വീടുകളിലെ വാതിലിൽ മുട്ടി ഭക്ഷണം ചോദിച്ചു. അപ്പോൾ എല്ലാവരും അത്താഴം കഴിഞ്ഞ് ഉറക്കമായെന്നും ഇനി പ്രഭാത സ്നാനം കഴിഞ്ഞേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു മറുപടി. ഏതോ ഒരു വീട്ടുകാർ ഭഗവതി ക്ഷേത്രം ചൂണ്ടിക്കാട്ടി അവിടെ പോയാൽ ഭക്ഷണം കിട്ടുമെന്നും പറഞ്ഞു. അയാൾ കഷ്ടപ്പെട്ട് അവിടെ എത്തി. 3 തവണ മുട്ടി വിളിച്ചപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ കയ്യിൽ വിളക്കുമായി എത്തി വാതിൽ തുറന്നു. വിവരമറിഞ്ഞ അയാളോട് കുളിച്ചു വരാൻ പറഞ്ഞു. കുളി കഴിഞ്ഞു വന്ന അയാൾക്ക് ഭക്ഷണം കൊടുത്തു. കിടന്നുറങ്ങുവാൻ മുറിയും കാണിച്ചു കൊടുത്തിട്ട് അവർ മറഞ്ഞു. ക്ഷീണം കൊണ്ട് ഉറങ്ങിയ അയാൾ രാവിലെ കണ്ണു തുറന്നപ്പോൾ ഒരു വലിയ വാർപ്പിന്റെ അടിയിലാണ് താൻ കിടക്കുന്നത് എന്ന് കണ്ടു. ഉടനെ അവിടെ തൊഴാൻ വന്ന എല്ലാവരോടും തനിക്ക് ഭഗവതി തന്നെ ഭക്ഷണം തന്ന കാര്യമെല്ലാം പറഞ്ഞു. അതിനുള്ള തെളിവും അവിടെ കണ്ടു. താക്കോൽ കൊണ്ട് പൂജാരി പൂട്ടിയ വാതിൽ തുറന്നാണ് കിടന്നത്. ഭക്ഷണം കഴിച്ചതായും ഉണ്ട്. അയാൾ പറഞ്ഞതെല്ലാം നാട്ടുകാർ വിശ്വസിച്ചു. ദേവിയെ പുകഴ്ത്തിപ്പാടി. അന്നു മുതൽ അതിഥികൾക്കായുള്ള ആഹാരം ആ നാട്ടുകാർ കരുതി വയ്ക്കാറുണ്ട്. ഇത്രയ്ക്ക് ശക്തിയും കരുണാമയുമായ ദേവിയെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. അടുത്ത മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.